എല്ലാ ദൈവമക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടി ദൈവം ഞങ്ങൾക്ക് തരണം. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവം നിങ്ങൾക്ക് ചെയ്തു തരും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ഭൂമിയുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. ബൈബിൾ പറയുക, നമ്മൾ കൂടി വരേണ്ടത് ആ നാമത്തിലാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വന്നാൽ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. അപ്പൊ കൂടി വരേണ്ടത് യേശുവിന്റെ നാമത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈ വാക്യം വെച്ച് നാം പ്രാർത്ഥിക്കേണ്ടത് യേശുവിന്റെ നാമത്തിലാണ്. സ്തോത്രം. 1 യോഹന്നാന്റെ ലേഖനത്തിൽ നമുക്കൊരു വാക്യമുണ്ട്, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. നാം ക്രിസ്തുവിനെ കൊണ്ട് വേണം ഈ ഭൂമിയിൽ ജീവിക്കാൻ. അപ്പൊ നമുക്ക് വലിയൊരു നാമം തന്നിരിക്കുക. നിങ്ങൾ രോഗിയാണെങ്കിൽ സൗഖ്യമാകുന്നത് ഈ നാമത്തിലാണ്. യാക്കോബ് അപ്പോസ്തലൻ പറയുക, നിങ്ങളുള്ള രോഗിയായാൽ സഭയിലെ മൂപ്പരെ വരുത്തണം, അവർ എൻ്റെ നാമത്തിൽ എണ്ണ പൂശി പ്രാർത്ഥിക്കണം. കണ്ടോ, സൗഖ്യം ലഭിക്കുന്നത് ഈ നാമത്തിലാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ വാക്യമുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കണം. അപ്പം നമ്മൾ ദൈവ മുമ്പിൽ കൂടി വരുന്നത് യേശുവിന്റെ നാമത്തിലായിരിക്കണം. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലായിരിക്കണം. സ്തോത്രം. നമ്മൾ രോഗസൗഖ്യത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലായിരിക്കണം. പിന്നെ എഴുതിയിരിക്കുകയാണ്, നമ്മൾ ഭൂതങ്ങളെ പുറത്താക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലായിരിക്കണം. അങ്ങനെ നമ്മുടെ ലൈഫിൽ എപ്പോഴും ക്രിസ്തു ക്രിസ്തു എന്ന നാമം. ഫിലിപ്പിയർക്ക് പൗലോസ് ലേഖനം എഴുതുന്നത്, ഈ നാമം സകല നാമത്തിലും മേലായ നാമമാണ്. നമുക്ക് മുറുകെ പിടിക്കാനും നമുക്ക് സ്തോത്രം ആശ്രയിക്കാനും ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഒരു കാര്യം പറയുന്നുണ്ട്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്. സ്തോത്രം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ നാമത്തിൽ കൂടി വരണം, ഈ നാമത്തിൽ പ്രാർത്ഥിക്കണം, ഈ നാമത്തിൽ രോഗശാന്തി ഉണ്ടാകണം, ഈ നാമത്തിൽ ഭൂതങ്ങളുടെ മേൽ വിജയമുണ്ടാകണം. നമുക്കൊന്നിച്ച് കൈകോർത്ത് പറയാം, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് നിനക്ക് ദൈവം അത് ചെയ്തു തരും. എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് രോഗശാന്തി ഉണ്ടാകട്ടെ, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടട്ടെ. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും പിതാവ് പുത്രനിൽ മഹിമപ്പെടേണ്ടതിന് നിനക്ക് ക്രിസ്തു അത് ചെയ്തു തരും. ഗോഡ് ബ്ലെസ് യു.